ചോദ്യപേപ്പർ ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആരംഭിച്ച സമരം അത് ഓരോ ദിവസവും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായ ചർച്ചകൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരാവശ്യവും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CJP ഉള്ളത്. കോൺഗ്രസും ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഡൽഹിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രക്ഷുബ്ധമാക്കുന്ന രംഗങ്ങൾ തന്നെയാണ്. പാർലമെന്റ് സമ്മേളനവും തുടർച്ചയായി സ്തംഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. വിശദമായി തന്നെ നമുക്ക് ഈ വാർത്ത ചർച്ച ചെയ്യാം. ഒപ്പം നിരവധി മറ്റു വാർത്തകളുമുണ്ട്. തലക്കെട്ടുകളിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ച സമരം അവസാനിപ്പിക്കാൻ CJPക്കാരുമായി ഇന്നും ചർച്ച. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ച സർക്കാർ നിലപാട് ഇന്ന് അറിയിക്കാമെന്ന് കേന്ദ്രം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. യുവാക്കൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പുതിയ വീഡിയോ. പതിമൂന്ന് ദിവസം ഇറാനെ തുടർച്ചയായി ആക്രമിച്ച ശേഷം സമാധാന ശ്രമങ്ങൾക്കിറങ്ങിയ അമേരിക്ക നയതന്ത്ര ചർച്ച തുടങ്ങി. പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമിക്കുമെന്നും ട്രംപ്. സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഗൾഫിലെ US താവളങ്ങൾക്ക് സമീപത്തെ താമസക്കാർ മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ്. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന്. മൃതദേഹം എംബാം ചെയ്ത് നെടുമ്പാശ്ശേരിയിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ പാമ്പാടിയിലെ വീട്ടുവളപ്പിൽ. മൃതദേഹത്തെ അനുഗമിച്ച് ഭാര്യ സംഗീതയും ബന്ധുക്കളും. മരിച്ച അനീഷ് NHPCയിലെ സീനിയർ ജിയോളജിസ്റ്റ്. ദുരന്തം വൈദ്യുത പദ്ധതിക്കായി ടണൽ നിർമ്മിക്കുമ്പോൾ മണ്ണിടിഞ്ഞ്. കോറോ ഹെൽത്ത് പിരിച്ചുവിടൽ വിവാദത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ വീണ്ടും. 5 മാസത്തെ ശമ്പളം കൂടി ജീവനക്കാർക്ക് കിട്ടി. തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുമായി നടത്തിയ ചർച്ചയിൽ ഓഫീസിൽ നിന്ന് ജീവനക്കാർക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാൻ വഴിയൊരുക്കുമെന്നും സർക്കാർ. രാജ്യത്തിന്റെ വികസനത്തിന് ദക്ഷിണേന്ത്യയുടെ സംഭാവന അതുല്യമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ന്യൂസ് 18 റൈസിംഗ് ഭാരത് സൗത്ത് എഡിഷൻ. സമ്മിറ്റിൽ പങ്കെടുത്ത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും സെലിബ്രിറ്റികളും. രാഹുൽ ഗാന്ധി എവിടെ സമരം നടത്തിയാലും അത് പൊളിയുമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. വിദേശത്ത് പോയി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രാഹുൽ ശ്രമിക്കുന്നത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനെന്നും സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിയുടെ ഗൂഢാലോചന ജനാധിപത്യത്തെ അട്ടിമറിക്കാനെന്നും K സുരേന്ദ്രൻ. താരസംഘടനയിൽ വീണ്ടും രാജി. അമ്മ ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആശ അരവിന്ദ്. പൊതുയോഗ തീരുമാനത്തിന് എതിരായി നിൽക്കുന്നത് ശരിയല്ലാത്തതിനാൽ രാജി എന്ന് വിശദീകരണം. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ പിന്മാറി. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച അത് ഡൽഹിയെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുകയാണ്. ഒരാഴ്ചയായി പക്ഷേ പ്രക്ഷോഭത്തിൻ്റെ രൂപം മാറി, സ്വഭാവം മാറി. അക്ഷരാർത്ഥത്തിൽ സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്കെത്തേണ്ട പശ്ചാത്തലം പോലും CJP സമരമൊരുക്കി. അതിൽ പ്രധാനമായത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഈ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇന്നും തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ ഇന്ന് നിലപാട് അറിയിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസത്തെ ഒടുവിലത്തെ നടപടി എന്നോണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന നടപടി സർക്കാർ സ്വീകരിച്ചു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട വീഡിയോയിൽ പ്രധാനമന്ത്രി, രണ്ടാമത്തെ വീഡിയോയാണ്, ആദ്യം ഒരു വീഡിയോ പ്രധാനമന്ത്രിയുടേതായി വന്നിരുന്നു. ഇപ്പോൾ ഇന്നലെ വന്ന വീഡിയോയിൽ യുവാക്കൾക്ക് നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ആ വാക്കുകളിലേക്ക് ആദ്യം. थैंक यू फ्रेंड्स. कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा. हमारा नाता और अधिक सक्रियता से जुड़ता रहेगा. थैंक यू दोस्तों.
വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പ്രധാനമന്ത്രി സർക്കാർ ഒക്കെ ഇപ്പോൾ യുവാക്കളുമായി നേരിട്ട് സംവദിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ടാവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും തീരുമാനമാകാത്തത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ടാണ്. എന്തെങ്കിലും തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള സാഹചര്യമുണ്ടോ? ചർച്ചയുടെ ഒരു സ്വഭാവം എന്താണ്? രഞ്ജിത്ത്, മൂന്നാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുക. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് ചർച്ച നടക്കും എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ കേന്ദ്ര സർക്കാർ വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അത് ഒഴികെയുള്ള മറ്റ് ഉപാധികളൊന്നും അംഗീകരിക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും CJP മുന്നോട്ട് പോകുന്നത്. അതേസമയം ചില ഒത്തുതീർപ്പ് സാധ്യതകൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നും ഇവർ തന്നെയാകും പങ്കെടുക്കുക. ഇന്ന് ഉച്ചയോടുകൂടി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മന്ത്രിയുടെ രാജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം സൃഷ്ടിക്കും എന്ന കാര്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു മന്ത്രിക്ക് നേരെ നടക്കുന്ന സമരം അത് പിന്നീട് പ്രധാനമന്ത്രിക്ക് നേരെ വരെ മാറാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ ഈ സമരത്തിലെ ഇടപെടൽ തന്നെയാണ് അങ്ങനെ ഒരു സംശയത്തോടു കൂടി ഈ സമരത്തെ നോക്കിക്കാണാൻ BJPയെ പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ട് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് BJPയും CJPയുമായി ഒരു ധാരണ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രാജ്യത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും യുവാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. നിങ്ങൾ നൽകിയ നിർദ്ദേശത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്ന കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജി ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുക എന്നൊരു നിലയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിലത്തെ നടപടിയായി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം വന്നത്. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയാണെന്ന് കൃത്യമായി സർക്കാർ അങ്ങനെ ഒരു സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്നത്. മാത്രമല്ല, അതിനു മുൻപ് നടന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അംഗീകരിച്ചു. അത് ഒന്ന് ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. മറ്റൊന്ന് FIRകൾ മുഴുവൻ പിൻവലിക്കുക, ഇതുവരെ എടുത്ത കേസുകൾ ഒഴിവാക്കുക എന്ന ഒരു തീരുമാനം. അതോടൊപ്പം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ള നടപടി വന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രഖ്യാപനമായിരുന്നു പുതിയ നിയമം കൊണ്ടുവരാൻ. അത് തിങ്കളാഴ്ച തന്നെ പാർലമെൻറ്റിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തിയാൽ അവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും നൽകുന്ന തരത്തിലാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അങ്ങനെ ഒരു പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിനോദ്, ഇതൊക്കെ സർക്കാരിന് വൈകിയെത്തിയ വിവേകമാണ്. നമുക്കറിയാം, അവഗണിച്ചിരുന്ന ഒരു സമരം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയപ്പോൾ ഇത്തരം നടപടികളിലേക്ക് നേരത്തെ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥരെ പുറത്താക്കുക, ശിക്ഷ കൂട്ടുക, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ സ്ഥാപിക്കുക, ഇതിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിലൊന്നും ഇവർ തൽക്കാലം അതുമായി ബന്ധപ്പെട്ട് ഈ സമരം അവസാനിപ്പിക്കാനൊന്നും സാധ്യതയില്ലല്ലോ. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു നീക്കമുണ്ട്. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ഒരു അഡ്വാൻറ്റേജ് ഈ സമരത്തിൽ കോൺഗ്രസിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ഇടപെടാൻ സാധിച്ചതും ഒരു വിജയമെന്ന് വേണമെങ്കിൽ കരുതാൻ സാധിക്കുന്നതുമായ ഒരു സമരമായി മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിൽ എളുപ്പമല്ലല്ലോ വിനോദ്. കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്ന, പ്രത്യേകിച്ച് BJP തിരിച്ചറിയുന്ന അപകടവും അതുതന്നെയാണ്. കോൺഗ്രസിൻ്റെ ഇടപെടൽ ഈ സമരത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നീക്കമൊക്കെ തന്നെ വളരെ രഹസ്യമായിരുന്നു. രഞ്ജിത്ത് പറയും പോലെ 10 വർഷത്തിന് ശേഷം ഒരു ആവേശത്തോടു കൂടിയുള്ള കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇത്രയും യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമെന്നൊക്കെ നമുക്ക് വിലയിരുത്താം. പക്ഷേ അവിടെയും ചില കളിയാക്കലുകൾ കോൺഗ്രസ് നേരിടുന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതാക്കളെ, മുഖ്യമന്ത്രിമാരടക്കമുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും കേക്ക് മുറിക്കുകയും തുടർന്ന് രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു. സമരത്തിലേക്ക് ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. അതല്ലാതെ ഒരു സമരത്തിന് വേണ്ടി വിളിച്ചിരുന്നെങ്കിൽ ഈ നേതാക്കൾ എത്തുമോ എന്നൊരു കാര്യം. മറ്റൊന്ന്, CJPയുടെ സമരത്തെ ചാരി കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം. ഇത് രണ്ടും തന്നെയാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുമോ ഇല്ലയോ എന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയുമ്പോഴും CJPയുടെ സമരത്തിനെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന ഒരു ചിന്ത അവിടെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, വാങ്ചുങ്ങിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അത് ഇങ്ങനെ അദ്ദേഹത്തിന് പാനീയങ്ങൾ നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഈ സമരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഈ വാങ്ചുങ്ങും അതോടൊപ്പം തന്നെ അഭിജിത്ത്
ദീപ്കയുമായി ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ആശയപരമായ ചില ഭിന്നതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വാങ്ചുങ് നിരാഹാരം അവസാനിപ്പിക്കുകയും ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വന്നതിന് ശേഷം അഭിജിത്ത് ദീപ്കയുടെ ഒരു വീഡിയോ പുറത്തു വന്ന് സമരക്കാരെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിൽ അഭിജിത്ത് പറയുന്നത് ഈ നിഷ്ഠയിൽ കൂടുതൽ സജീവമാകാൻ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണോ സമരം അവസാനിപ്പിക്കുന്നതെന്ന ചോദ്യമൊക്കെയാണ് ഒരു വശത്ത് അഭിജിത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രഞ്ജിത്ത്, തിങ്കളാഴ്ച വരെ ഈ രാജി നീട്ടിക്കൊണ്ടുപോവുക, അതിനുശേഷം നിയമം കൊണ്ടുവന്ന് ഈ സമരത്തെ ഒന്നുകൂടി തണുപ്പിക്കാനായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമെന്ന വിവരങ്ങളാണ് വരുന്നത്. മറ്റൊന്ന്, മന്ത്രിസഭ പുനഃസംഘടന വരുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിക്കൊണ്ട് മറ്റൊരു വകുപ്പിലേക്കോ മറ്റോ മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായം, അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരം തീർത്തേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും ഡൽഹിയിൽ കനത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ 18 മെട്രോ സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം 7:30 മണിയോടുകൂടി, അല്പസമയത്തിനുള്ളിൽ ഈ മെട്രോ സ്റ്റേഷനുകളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ ഓൺലൈൻ ടാക്സി, ഓൺലൈൻ ഭക്ഷണ വിതരണം, ഈ 2 കാര്യങ്ങൾക്കും വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും 2 ദിവസം കൂടിയാണ് CJP സർക്കാരിന് സമയം നൽകിയിരിക്കുന്നത്. അതിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വിഷയമല്ല. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള ഫീൽ സർക്കാരിനകത്ത് തന്നെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കുള്ളത്. രാജ്യത്തിന് പുറത്തുപോയി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഗൂഢാലോചനയ്ക്കെതിരെ മോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുവരെ സമാധാനപരമായി പോയ സമരം എങ്ങനെ അക്രമാസക്തമായി? അവിടെ ഹിന്ദുത്വം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം പിന്നെ എങ്ങനെ വന്നു? മോദിയെ കൊല്ലുമെന്ന് ഉള്ള ഭീഷണി പിന്നെ എങ്ങനെ വന്നു? പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ പിന്നെ എങ്ങനെ വന്നു? ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ട്, ഒരുപാട് രാഹുൽ ഗാന്ധിമാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് അർബൻ നക്സലുകളെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് പരാജയപ്പെടാൻ പോകുന്നില്ല. പൂർവാധികം ശക്തിയോടെ ഞങ്ങള് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കും. തുടർച്ചയായി 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനുമായി നയതന്ത്ര ചർച്ചയുമായി US ടെഹ്റാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി നൽകാൻ US സജ്ജമാണെന്നും ട്രംപ് അറിയിച്ചു. ഇറാൻ സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ ഭയപ്പെടുന്നില്ലെന്നും ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകാൻ സജ്ജമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ മറുപടി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് എത്രയും വേഗം 1/2 കിലോമീറ്റർ ദൂരത്തേക്കെങ്കിലും മാറണമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഈ ചർച്ചയുടെ സാഹചര്യം ഒരുങ്ങിയെന്ന് കരുതാമോ? കാരണം പരസ്പരം വെല്ലുവിളികൾ ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. ട്രംപ് വീണ്ടും ഇറാനെ ആക്രമിക്കും, തന്ത്രങ്ങൾ മാറ്റുന്നു, ശക്തമായ ആക്രമണം ഉണ്ടാകും. അതിപ്പോൾ നേരത്തെയുള്ള എപ്പിക് ഫ്യൂറിയേക്കാളൊക്കെ ഭയാനകമായ ആക്രമണമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ മറ്റൊരു സൈഡിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത്? നിലവിൽ എന്തായാലും കരമാർഗമുള്ള US ആക്രമണങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ്. 13 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പോസ് ചെയ്യാൻ US തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ട്രംപ് നിലവിൽ USൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ടെഹ്റാനുമായി നിലവിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ്. അതുവരെ ആക്രമണങ്ങൾ തങ്ങൾ ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ ഡീലുണ്ടാക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കുക. ടെഹ്റാൻ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി കാണുന്നു എന്നാണ് തൻ്റെ വിലയിരുത്തൽ എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. US ഏത് സമയവും ആക്രമണം നടത്താൻ സജ്ജമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ലോക്ക് ആൻഡ് ലോഡഡ് എന്ന് പറയുന്ന വാക്കാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ലോഡഡ് ആയിട്ടിരിക്കുകയാണ്, ഏത് നിമിഷം വേണമെങ്കിലും US ആക്രമണം നടത്തും എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിനിടെ CNN ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ട്രംപ്
ട്രംപ് ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ചില വിവരങ്ങളാണ്. അവർ പറയുന്നത് ഈ ചർച്ചയിൽ ട്രംപ് ഇറാനുമായിട്ട് വേണ്ടി വന്നാൽ കൂടുതൽ ആക്രമണം കടുപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തേടി എന്നാണ്. ഈ ആക്രമണം ഇറാനുമേൽ കൂടുതൽ കടുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വിജയസാധ്യതകൾ, അതുപോലെ എത്ര ദിവസം ഈ ആക്രമണങ്ങൾ തുടരേണ്ടി വരും, ഇത് കാരണം US-ന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തികമായും ആയുധപരമായിട്ടുമുള്ള നഷ്ടങ്ങൾ, ഇവയെല്ലാം ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ചർച്ച ചെയ്തു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചി പറയുന്നത് സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ തങ്ങളെ ഭയപ്പെടുത്താനാകില്ല എന്നാണ്. തങ്ങളുടെ സൈന്യം ഏത് നിമിഷവും സജ്ജമായി തന്നെ ഇരിക്കുകയാണ്, ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകുമെന്നും അബ്ബാസ് അരഗ്ചി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരോട് എത്രയും വേഗം തന്നെ ഒരു 1/2 കിലോമീറ്റർ അകലത്തേക്കെങ്കിലും മാറണം എന്നാണ് IRGCയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ചില അനിഷ്ട സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. US ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തി എന്നാണ്. ഈ എണ്ണ ടാങ്കർ US-ന്റെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം എന്നാണ് US അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ചെങ്കടലും പുതിയൊരു ആക്രമണ ഭൂമിക ആയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ഒരു എണ്ണ ടാങ്കറിന് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ യമനിലുള്ള ഒരു തുറമുഖ നഗരത്തിലേക്ക് സൗദി അറേബ്യ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനിലേക്കുള്ള കരമാർഗത്തിലെ ആക്രമണം മാത്രമാണ് US നിലവിൽ നിർത്തിവെച്ചിട്ടുള്ളത്. ചർച്ചകൾക്ക് എന്തെങ്കിലും തീരുമാനമാകുമോ എന്നറിയാൻ നമുക്ക് ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. തൽക്കാലം ഒന്ന് ആക്രമണം നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏത് നിമിഷവും US അത് പുനരാരംഭിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് കമ്പനിയിലെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ 5 മാസത്തെ ശമ്പളം കൂടി കമ്പനി നിക്ഷേപിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. നേരത്തെ 2 മാസത്തെ ശമ്പളം കമ്പനി നൽകിയിരുന്നു. ജീവനക്കാർക്ക് ഓഫീസിൽ കയറി അവരവരുടെ വസ്തുക്കൾ എടുത്തു മാറ്റുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിൽ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോറോ ഹെൽത്ത്. രാജ്യാന്തര സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടപ്പിരിച്ചുവിടലിന് കാരണം എന്നാണ് കമ്പനിയുടെ ന്യായീകരണം. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. നോർക്ക പ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ വിമാനത്താവളത്തിലെത്തി. ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റാണ് മരിച്ച അനീഷ് മോഹൻ. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ മൃതദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ തന്നെ അടക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ ചില ആലോചന ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് സുഗമമായി നടന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നോർക്കയുടെയും സർക്കാരിന്റെയും ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അനീഷിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. എന്തായാലും എംബാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ആംബുലൻസ് വഴിയായിരിക്കും കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടേക്ക് വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. മൃതദേഹത്തിനോടൊപ്പം തന്നെ മരിച്ച അനീഷിന്റെ സഹോദരനുണ്ട്. സഹോദരൻ ബിനീഷ്, അനീഷിന്റെ ഭാര്യ സംഗീത, ഭാര്യ സഹോദരൻ സനല്, അതോടൊപ്പം തന്നെ ബിനീഷിന്റെ സുഹൃത്ത് സാബി ബേബി, ഇവരും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന്, അപകടം നടന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ കുടുംബം അങ്ങോട്ടേക്ക് പോവുകയും പിന്നീട് അനീഷിന്റെ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരവിടെ തന്നെയായിരുന്നു തുടർന്നത്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുമ്പോഴും അവരൊപ്പം തന്നെയുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കാർഗോയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിന് സമീപത്താണ്. ഇവിടേക്കാണ് മൃതദേഹം എത്തിക്കുക. ആംബുലൻസിന് സൗകര്യം സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ആംബുലൻസ് ഉണ്ട്. നോർക്ക റൂട്ട്സിന്റെ ആംബുലൻസ് ഉണ്ട്. ഒപ്പം പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇവരായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 2 മണിക്കൂർ പൊതുദർശനം വെച്ചതിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ആ നാട് അനീഷിന്റെ മരണ വിവരം അറിഞ്ഞത്. പ്രത്യേകിച്ച് അനീഷിനെ മലയാളികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം
സയന്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അനീഷ്. അനീഷ് അതിൽ കൂടി നൽകുന്ന വിവരങ്ങൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിരവധി വീഡിയോകളാണ് ഓരോ ദിവസവും അനീഷ് അതിൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിയാം, ഈ അനീഷിന്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഏറെ വേദനയോടുകൂടി തന്നെയാണ് അനീഷിന്റെ വേർപാടിനെ നോക്കിക്കാണുന്നത്. നേരത്തെ അനീഷ് ജോലി ചെയ്തിരുന്നത് ഹരിയാനയിലായിരുന്നു. ഹരിയാനയിൽ കുടുംബത്തോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത്. 6 മാസമായിട്ടേ ഉള്ളൂ ട്രാൻസ്ഫറായി സിക്കിമിലേക്ക് വന്നത്. അതോടുകൂടിയാണ് കുടുംബം നാട്ടിലേക്ക് വന്നത്. അനീഷിന് 2 മക്കളാണുള്ളത്. ഇവർ നാട്ടിലേക്ക് വരികയും അനീഷ് സിക്കിമിൽ തുടരുകയും ചെയ്തു. അവിടെ തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടയിലാണ് അനീഷിന് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അപകടത്തെ തുടർന്നാണ് 20 പേരോളം മരിച്ചു. അതിൽ പിന്നീട് നടത്തിയ തിരച്ചിലാണ് അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സിക്കിമിലെ നാംചി ജില്ലയിലുള്ള സമർദുങ്ങിൽ NHPCയുടെ തീസ്ത സ്റ്റേറ്റ് 6 ഹൈഡ്രോ പവർ പ്രോജക്റ്റിന് വേണ്ടിയുള്ള തുരങ്കപാത നിർമ്മാണത്തിനിടയിലാണ് മീഥേൻ വാതക സ്ഫോടനത്തിന് പിന്നാലെ മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലാണ് അനീഷിന്റെ ജീവനും പൊലിയുന്നത്. ഏകദേശം 20 പേരാണ് അതിൽ മരിക്കുകയും ചെയ്തത്. അപ്പോൾ അത് അവിടുത്തെ സിക്കിം യൂണിറ്റിലെ സീനിയർ മാനേജർ കൂടിയായിരുന്നു അനീഷ്. അവിടെ അനീഷിനെ അറിയുന്നവരെല്ലാവരും പറയുന്നത് വലിയ ബ്രില്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അനീഷ്. എല്ലാവരോടും ഒക്കെ നല്ല രീതിയിലുള്ള ഇടപെടലും, അല്ലെങ്കിൽ അനീഷിന്റെ സഹപ്രവർത്തകർക്കൊക്കെ അനീഷിന്റെ വേർപാടിൽ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അനീഷ് അവസാനമായി നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഓണത്തിന് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും അവിടെ വെച്ച് അനീഷിന്റെ ജീവൻ നഷ്ടമാകുകയും ചെയ്തത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. ഇവിടെ ബന്ധുക്കളും ഒപ്പം അനീഷിന്റെ മൃതദേഹവും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ഉള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്കിറക്കും. മൃതദേഹത്തിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി നോർക്കയിലുള്ള പ്രതിനിധികളും അതോടൊപ്പം തന്നെ അനീഷിന്റെ ബന്ധുക്കളും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അനീഷിന്റെ നാട്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഒരു നാട് അനീഷിന്റെ മരണ വാർത്ത കേട്ടത്. ഒരുപാട് പ്രതിസന്ധികൾ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അനീഷിന്റെ ഭാര്യയൊക്കെ വളരെ വേദനയോടുകൂടി തന്നെയായിരുന്നു അത് പ്രതികരിച്ചത്. കാരണം അത് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരുമോ എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കയ്ക്കൊക്കെ വിരാമമായിട്ടാണ് അനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. അനീഷിന്റെ വേർപാടിൽ, അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടിൽ തന്നെയാണ് ഒരു നാട്. വലിയ വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത അവർ കേൾക്കുന്നത്. കുടുംബത്തിനും താങ്ങാവുന്നതിനപ്പുറമുള്ളൊരു വേദന തന്നെയാണ് അനീഷിന്റെ ഈ ഒരു വേർപാടിനെ കാണുന്നത്. രഞ്ജിത്ത്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റ് ആയിരുന്നു അനീഷ്. മരിച്ച അനീഷ് വലിയ ദുരന്തം സംഭവിക്കുന്നു. ഈ വാതകത്തിൻ്റെയൊക്കെ ചോർച്ച ഈ രക്ഷാപ്രവർത്തനത്തെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തി അനീഷ് അടക്കമുള്ളവരെ രക്ഷിക്കാൻ, പക്ഷേ സാധിച്ചില്ല. വളരെ ബ്രില്യൻ്റായ, വളരെ എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനെയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ദുഃഖകരമായ സംഭവമാണ്. മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളിലും മറ്റുമാണ്. നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമലയിൽ ഈ സീസണിലെ തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവരെ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനിക്കും. ബോർഡ് നിയോഗിച്ച വിദഗ്ധ സമിതി ബ്രഹ്മദത്തൻ യോഗ്യനെന്ന് അറിയിച്ചിരുന്നു. രാവിലെ 10:30 ബോർഡ് യോഗം. തനിക്ക് പകരം മകനെ തന്ത്രിയാക്കണമെന്നായിരുന്നു കണ്ഠരര് രാജീവരുടെ ആവശ്യം. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അടങ്ങുന്ന സമിതിയാണ് ബ്രഹ്മദത്തന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് വിലയിരുത്തിയത്. തന്ത്രവിദ്യാപീഠത്തിലടക്കം പഠിച്ചതാണെന്നും അച്ഛനൊപ്പം ശബരിമലയിൽ സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സമിതി ദേവസ്വം പ്രസിഡന്റിനെ അറിയിച്ചു. 3 അംഗ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം ബോർഡ് ചർച്ച ചെയ്യും. ഈ മാസം 27 ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബോർഡ് കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം. മറ്റു വാർത്തയിലേക്ക്. താരസംഘടനയായ അമ്മയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11 കുറഞ്ഞു. നടി ആശ അരവിന്ദാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ രാജിവെച്ചത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ആശ ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രാജി സമർപ്പിച്ചത്. നേരത്തെ ജയൻ ചേർത്തല, ജോയി മാത്യു, കൈലാഷ്, ലക്ഷ്മിപ്രിയ, അൻസിബ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇപ്പോൾ ഏതാണ് ഫലത്തിൽ
രണ്ടായ അവസ്ഥയാണ്. അമ്മ മാത്രമല്ല, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയാലും അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ആയാലും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ്. അഡ്ഹോക് കമ്മിറ്റി പൂർണ്ണമായും ഇല്ലാതായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഈ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നു. അമ്മ അംഗങ്ങൾക്കിടയിൽ ആശയഭിന്നതയും അഭിപ്രായ ഭിന്നതയും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആശാ അരവിന്ദ് കൂടി രാജിവെച്ചപ്പോൾ എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഒരു വിടവ് ഈ അമ്മയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണല്ലോ. അതെ, എന്തായാലും ഓരോ ദിവസം കഴിയുന്ന ഒരു താരസംഘടനയായ അമ്മയിൽ ഓരോ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11 കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാ അരവിന്ദാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആശാ അരവിന്ദ്. അന്ന് ഈ ജനറൽ ബോഡിക്ക് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ, പ്രതിഷേധങ്ങൾ, ശ്വേതാ മേനോനെതിരായിട്ടുള്ള പ്രതിഷേധം, ഇതിനെല്ലാം പിന്നാലെ ആശാ അരവിന്ദ് ഒരു പോസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ അമ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ തന്റെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുന്നു എന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു എന്ന കാര്യം കൂടി പറയുന്നത്. നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയിലും ആശയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിവാദങ്ങളൊക്കെ വന്നതിന് പിന്നാലെ ആശ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും രാജി വെച്ചിരിക്കുന്നത്. നേരത്തെ ജയൻ ചേർത്തല, ജോയി മാത്യു, കൈലാഷ്, ലക്ഷ്മിപ്രിയ, അൻസിബ തുടങ്ങിയവരുമൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് താരസംഘടനയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോന്റെ ഭരണസമിതിയിലൊക്കെ സജീവമായി നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആശാ അരവിന്ദ്. അങ്ങനെ ഈ കമ്മിറ്റിയെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഏൽക്കുമ്പോൾ അത് തനിക്കും ഏറെ വേദന ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും തന്നെ ആരും കാണുന്നില്ല, അതിനെയൊന്നും ആരും കണക്കാക്കുന്നില്ല. ഞങ്ങൾക്കുണ്ടായ ചില വീഴ്ചകൾ തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങളോട് സഹകരിക്കാതെ അല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു തിരുത്താതെ ഇത്രയേറെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ആശാ അരവിന്ദ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി നവമി, രാജ്യത്തിന്റെ വികസനത്തിന് ദക്ഷിണേന്ത്യയുടെ സംഭാവനയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ന്യൂസ് 18 നെറ്റ്വർക്ക് സംഘടിപ്പിച്ച റൈസിംഗ് ഭാരത് സമ്മിറ്റിൽ പങ്കുവച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ദി സദേൺ ഗ്രോത്ത് എഞ്ചിൻ പോളിസി, എന്റർപ്രൈസസ് ആൻഡ് പ്രോഗ്രസ് എന്ന പ്രത്യേക സെഷനിൽ സമ്മിറ്റിനെ അഭിസംബോധന ചെയ്ത് ശിവകുമാർ സംസാരിച്ചു. Theme today before us is the Southern Growth Engine. I believe the Southern, as I rightly said, we all have to work together. We have great policies, progress. There could hardly be more appropriate place than Bangalore. I think there is no place than Bangalore. It is now that it has, in this conversation, in every century, it has been defining economics. Every great economy has its great regions. This industrial revolution that has in this mainland. Today we are just looking at England, we are looking at American century, the Silicon Valley, the China, whereas it may be. There is a remarkable change in all the parts of the world, even in the eastern coast. And now I believe that today in India, in the Indian century, it would be that especially the South India, it is a great engine that is powering the journey for the success of this country. I do hope that East and North come up at additional inches, but still we have a genuine that every in the triple engine economy, the South India growth is making a robust growth. I hope you all agree that is what I was telling you, that this light is also glowing from the south to make the entire India shining more stronger. So, but let us come to the history of the interested, which is with a great responsibility. Today, India stands at the extraordinary moment. The entire world is also looking at India. We are looking at, so as such, with a great confidence, we all are working to her. As rightly I have said in various occasions, on one day I said about Atal Bihari Vajpayee when he was the Prime Minister of this country. He came to Bangalore to lay the foundation of the Bangalore International Airport. റൈസിംഗ് ഭാരത് സമ്മിറ്റ് 2027 മുന്നോടിയായാണ് HDFC ബാങ്കുമായി സഹകരിച്ച് ബംഗളൂരുവിൽ ന്യൂസ് 18 നെറ്റ്വർക്ക് സൗത്ത് എഡിഷൻ സംഘടിപ്പിച്ചത്.
ദക്ഷിണേന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. What beyond entrepreneurship? Being a wife is easy, difficult. I think it's amazing. I think the best part is, good afternoon everyone, firstly, before we dive into questions and answers. I think, touch wood, it's just been about 2.5 years, but I think the best part is that... മറ്റു വാർത്തയിലേക്ക്. കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് MP പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. തുടർന്ന് പരിക്കേറ്റവരെയും കാണും. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പ്രിയങ്ക എത്തുക. വൈകിട്ട് 4 മണിക്ക് മടങ്ങും. CB അനുമോദ് ചേരുന്നു. അനുമോദ്, പ്രിയങ്ക വന്നില്ല, പ്രിയങ്ക എവിടെ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സ്ഥലം MP ആണ് പ്രിയങ്ക. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക വരികയാണ്. എന്താണ് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും അധികം ഈ ദിവസങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടായ ഒരു വിഷയം കൂടിയാണ് കള്ളാടിയിൽ ദുരന്തമുണ്ടായിട്ട് സ്ഥലം MP അവിടേക്ക് എത്തിയില്ല എന്നുള്ളത്. MLA ടി സിദ്ദിഖ് ദൂരെ നിന്നെല്ലാം നിയന്ത്രിച്ചിരുന്നത് പ്രിയങ്കയാണെന്ന് വരെ പറയുന്ന ഒരു സാഹചര്യവും അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ ട്രോളൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രിയങ്കയുടെ സന്ദർശനം 2 തലത്തിലാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, അവർ സംഭവ സ്ഥലത്തെത്തുകയും അതേപോലെ തന്നെ ഈ പരിക്കേറ്റവരെ കാണുകയും രക്ഷാപ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ. രണ്ടാമതായിട്ട് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ പ്രതിഷേധമോ ഒക്കെ ഉയരുമോ എന്നുള്ളത്. കാരണം ഒരു ദുരന്തമുണ്ടായി 8 പേർ മരിച്ചിട്ട് അവിടേക്ക് അവിടുത്തെ MP വരുന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന തരത്തിലുള്ളൊരു വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സജീവമായിട്ട് ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാണെങ്കിലും ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരപ്രകാരം അവരുടെ വരവിൻ്റെ ഷെഡ്യൂളിൽ അല്പം മാറ്റമുണ്ട്. നേരത്തെ രാവിലെ കോഴിക്കോട് വിമാനത്താവളത്തിലായിരിക്കും ഇറങ്ങുക എന്ന് നിശ്ചയിച്ചിരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗം മേപ്പാടിയിലേക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രിയങ്ക വയനാട്ടിലെത്തും. ആദ്യം കള്ളാടിയിൽ ഈ ദുരന്തമുണ്ടായ ഇടം സന്ദർശിക്കും. അതിനുശേഷം പരിക്കേറ്റവരെയും തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ പുളിയാർമലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. അതിലും പ്രിയങ്ക പങ്കെടുക്കും. എന്തെങ്കിലും ഒരുപക്ഷെ ഈ ചടങ്ങിലായിരിക്കാം പ്രിയങ്കയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണം, ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലുള്ള പ്രതികരണങ്ങളും ഒരുപക്ഷെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 തരത്തിൽ ഇന്നത്തെ സന്ദർശനം പ്രധാനമാണ്. ഒന്ന്, വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ചും 2 ദേശീയ വിഷയങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും. എന്നാണെങ്കിലും 1 മണിയോടെ പ്രിയങ്ക വയനാട്ടിലെത്തുമെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രിയങ്കയുടെ സന്ദർശനം, അതിനെ തുടർന്നുണ്ടാകുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തലുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായി ഇത്രയും ദിവസത്തിന് ശേഷമാണോ എത്തുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നത്. അതിനൊക്കെ മറുപടി പ്രിയങ്ക പറയുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഒടുവിൽ വയനാട്ടിലെത്തുന്നു. ദുരന്തബാധിത പ്രദേശത്ത് സന്ദർശിക്കുന്നു. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കാണുന്നു. അങ്ങനെ ഉള്ള ഷെഡ്യൂളൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് നേതാവിനുള്ളത്. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണിയിലായ ഗുജറാത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. 40,500-ലധികം പേരെ ഒഴിപ്പിക്കുകയും 2,637 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് വിവരം. 2,600 ഏതാണ്ട് 5 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗികമായ വിവരം കൂടി സർക്കാർ പുറത്തുവിടുന്നുണ്ട്. നവസാരി, വൽസാദ്, അഹമ്മദാബാദ്, ഖേഡ തുടങ്ങിയ പ്രളയബാധിത ജില്ലകളിൽ നിന്നായി ജനങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്ന് വ്യോമമാർഗം എത്തിച്ച NDRF, SDRF, ആർമി, കോസ്റ്റ് ഗാർഡ് എന്നിവരുൾപ്പെടെ 49 ടീമുകളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഉംബർഗാവിൽ 2 ദിവസത്തിനിടെ 1300 മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തത്. ഖേഡ ജില്ലയിലെ മെഹമ്മദാബാദിൽ 24 മണിക്കൂറിനുള്ളിൽ 507 മില്ലിമീറ്ററും അഹമ്മദാബാദിലെ ധോൽക്കയിൽ 473 മില്ലിമീറ്ററും മഴ കിട്ടി. അംബിക, പാർ, ഔരംഗ, ദമൻ, ഗംഗ എന്നീ പ്രധാന നദികൾ അപകട നിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കവിഞ്ഞൊഴുകുന്നത്. മുംബൈ ഭാഗത്തേക്കുള്ള പല ട്രെയിൻ സർവീസുകളെയും മഴ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ഗുജറാത്ത് മേഖലയിലും സൗരാഷ്ട്ര, കച്ച് ഭാഗങ്ങളിലും ഇന്നും നാളെയുമായി മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ പ്രവചനം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സിക്കിമിൽ ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം
അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. നോർക്ക പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരുമൊക്കെ വിമാനത്താവളത്തിൽ, ബന്ധുക്കളടക്കം രാവിലെ മുതൽ തന്നെ വിമാനത്താവളത്തിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, സീനിയർ ജിയോളജിസ്റ്റ് കൂടിയാണ് മരിച്ച അനീഷ്. ഈ ദുരന്തത്തിൽ ഏതാണ്ട് 25ഓളം പേർ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഏക മലയാളി, ദുരന്തത്തിൽ ഉൾപ്പെട്ട ഏക മലയാളി അനീഷാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അനീഷിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറത്തേക്ക് വരുന്നതാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളും ഭാര്യയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ആംബുലൻസിൽ കയറ്റി അല്പസമയത്തുള്ളിൽ തന്നെ കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാട് മുഴുവനും ഏറെ വേദനയോടുകൂടി തന്നെയാണ് അനീഷിന്റെ മരണവിവരം അറിഞ്ഞത്. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിലാണ് ജിയോളജിസ്റ്റായിട്ടുള്ള പാമ്പാടി സ്വദേശി അനീഷ് മോഹൻ മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഒരു നാട് മുഴുവനും അനീഷിന്റെ മരണവാർത്ത കേട്ടിരിക്കുന്നത്. ആദ്യം വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് അനീഷിന്റെ സഹോദരനെയാണ് നമ്മൾ കാണുന്നത്. അനീഷിന്റെ സഹോദരൻ ആംബുലൻസിൽ കയറി, കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കൂടെ പോയില്ലേ ബ്ലോക്കായി പോകും. ഇവിടുന്ന് ഞങ്ങളുടെ കണക്കൂട്ടിൽ 10-10:30 ആകുമ്പോഴത്തേക്കിന് ബോഡി വെള്ളൂരുള്ള വീട്ടിലെത്തിക്കാൻ പറ്റും. ഇന്ന് ഏതാണ്ട് 10-10:30 ആകുമ്പോഴത്തേക്കിന് ബോഡി വെള്ളൂര് പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ 21-ാം വാർഡിലാണ് അനീഷിന്റെ വീട്. അവിടെ വീട്ടിലേക്ക് 10-10:30 ആകുമ്പോഴത്തേക്കിന് ബോഡി എത്തിക്കാൻ പറ്റും. കാലടിപ്പാലത്ത് വലിയ ബ്ലോക്കുണ്ട്. ഞങ്ങൾ സാധാരണഗതി 2 മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇവിടെ എത്താൻ പറ്റേണ്ടതാണ്. 3 മണിക്കൂർ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എത്തിയിട്ട് പോലും 10 മിനിറ്റെങ്കിലും ഞങ്ങൾ എന്നിട്ടും ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അതുകൊണ്ടാണ് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കിന് ബോഡി അവിടെ എത്തിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. സംസ്കാരം 2 മണിക്ക് മരണാനന്തര കർമ്മങ്ങൾ ഭവനത്തിൽ ആരംഭിക്കും. അതിനുശേഷം വീട്ടുവളർപ്പിൽ തന്നെ സംസ്കാരം നടക്കും. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ പത്രവാർത്തകളിൽ ഒക്കെ ആയിട്ട് നിങ്ങളുടെ വാർത്തകളിൽ കൂടി ഒക്കെ കണ്ടിട്ടുണ്ടാവും. അനീഷ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളായിരുന്നു. വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ചെറുപ്പക്കാരൻ, നന്നായിട്ട് എഴുതുന്ന, നന്നായിട്ട് വായിക്കുന്ന, ശാസ്ത്ര ലോകത്തേക്ക് വളരെ കൗതുകത്തോടുകൂടി കണ്ടിരുന്ന, അതേപ്പറ്റിയിട്ട് വലിയ അപഗ്രഥനം നടത്തി അദ്ദേഹം ഒരു ബ്ലോഗറായിരുന്നു. പക്ഷേ വളരെ കഴമ്പുള്ള കാര്യങ്ങൾ പഠിച്ച് പുതിയ തലമുറയ്ക്ക് ശാസ്ത്രീയമായി കൂടുതൽ വിവരവും അവഗാഹവും നൽകുന്ന വിധത്തിൽ പഠനം നടത്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റുകളെല്ലാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് സത്യം. വിദേശത്തൊക്കെ പോകണമെങ്കിൽ വളരെ സാധ്യതകൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ നാടിനോടുള്ള സ്നേഹത്തിലൂടെ നിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. സർക്കാർ പ്രതിനിധികൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേരും. അനീഷിന്റെ സഹോദരൻ ബിനീഷുമായിട്ടും ഭാര്യ സംഗീത, ഭാര്യ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ സിക്കിമിൽ പോയിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംഗീതയുടെ സഹോദരനും അനീഷിന്റെ സഹോദരനുമാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസും നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഓഫീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ നിരന്തരമായ ഇടപെടലും 1 അവറിൽ ഉള്ള മോണിറ്ററിംഗും ഉണ്ടായിരുന്നു.
അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതൊന്നും ഇപ്പോൾ ഈ ആംബുലൻസ് ഉൾപ്പെടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് നോർക്ക റൂട്ട്സ് ആണ്. വീട്ടുവരെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തതും അതിന്റെ ചെലവെല്ലാം ഏറ്റിരിക്കുന്നതും സംസ്ഥാന സർക്കാരും നോർക്ക റൂട്ട്സുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ് രഞ്ജിത്ത് ഇപ്പോൾ സംസാരിച്ചത്. എന്തായാലും അനീഷിന്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അനീഷിന്റെ ഭാര്യ സഹോദരൻ, അനീഷിന്റെ സഹോദരൻ ബിനീഷ് എന്നിവരും ഇപ്പോൾ ആംബുലൻസിലുണ്ട്. അനീഷിന്റെ ഭാര്യ മറ്റൊരു വാഹനത്തിലാണ്. സഹോദരന്മാരാണ്. അനീഷിന്റെ സഹോദരനും ഭാര്യ സഹോദരനുമാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറെ വേദനയോടുകൂടി തന്നെയാണ് ആ കുടുംബം ഈ ഒരു വാർത്തയെ, ഒരു നാട് ആകെ ഈ ഒരു വാർത്തയെ കേട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിക്കിമിലെ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിലാണ് ജിയോളജിസ്റ്റായിട്ടുള്ള അനീഷ് മരിച്ചിരിക്കുന്നത്. ഹരിയാനയിലായിരുന്നു 6 മാസമായിട്ട് നേരത്തെ ഹരിയാനയിലായിരുന്നു അനീഷ് ജോലി ചെയ്തിരുന്നത്. അവിടെ കുടുംബവും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നീട് 6 മാസമായതേ ഉള്ളൂ സിക്കിമിലേക്ക് ട്രാൻസ്ഫറായി വന്നിട്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു, ഒരാൾ തന്നെയായിരുന്നു അനീഷ്. അനീഷിന്റെ യൂട്യൂബ് ചാനലിനെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് പോലും അറിയാം, മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അനീഷിന്റെ സയന്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനൽ. അതിൽ പറയുന്ന കണ്ടന്റുകളെല്ലാം തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും അനീഷ് പറയുന്നത്. പറഞ്ഞു തീരാത്ത 1000 കഥകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അനീഷ് വിടവാങ്ങുന്നത്. ഈ സയന്റിഫിക് മലയാളികളെ അടുത്തറിഞ്ഞ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ അനീഷിനെ കണ്ടവർക്ക് ആർക്കും തന്നെ ഈ ഒരു മരണവാർത്ത വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ഏറെ വേദനയോടുകൂടി തന്നെയാണ് അനീഷ് മോഹന്റെ മരണവാർത്ത കുടുംബം അറിയുന്നത്. ഇത് അറിഞ്ഞതോടുകൂടി തന്നെ, അനീഷിന്റെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ കുടുംബം അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു, സിക്കിമിലേക്ക് പോയിരുന്നു. പിന്നീട് അവിടെ വെച്ച് മൃതദേഹം തിരിച്ചറിയുകയും തുടർന്നുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് ചില കാലതാമസം വേണ്ടി വന്നു. പക്ഷേ പിന്നീട് വളരെ വേഗത്തിൽ നോർക്കയും സർക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കുകയും അനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ നടത്തുകയും ചെയ്തു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അനീഷിന്റെ ഭാര്യയാണ്. അനീഷിന്റെ ഭാര്യ സിക്കിമിലുണ്ടായിരുന്നു. ഭാര്യയുടെ സഹോദരനും അനീഷിന്റെ സഹോദരനും ഒക്കെ സുഹൃത്തുക്കളും സിക്കിമിലുണ്ടായിരുന്നു. അവരൊക്കെ സർക്കാരിന്റെ ഒക്കെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അവർക്ക് വേഗം നാട്ടിലേക്ക് അനീഷിന്റെ മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞത്. അവർക്ക് വലിയ വേദനയുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ളത്. എന്തായാലും സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ എല്ലാം അവർക്ക് വേഗം നാട്ടിലേക്ക് എത്തിക്കുവാനും മറ്റ് നടപടികളിലൊക്കെ കഴിയുകയും ചെയ്തു. എന്തായാലും അനീഷിന്റെ മൃതദേഹവുമായിട്ട് പോകുന്ന ആംബുലൻസ് 10:30 അവിടേക്ക് എത്തും, കോട്ടയത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഒരു നാട് മുഴുവനും അനീഷ് മോഹന്റെ മരണവാർത്ത അറിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ നവീൻ പറഞ്ഞതുപോലെ അനീഷിന്റെ യൂട്യൂബ് ചാനൽ അത് ശാസ്ത്രത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ശാസ്ത്ര അവബോധമൊക്കെ ഉള്ളവർ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു സയന്റിഫിക് മലയാളി എന്നുള്ള യൂട്യൂബിൻ്റെ ബയോ ഡിസ്ക്രിപ്ഷനൊക്കെ ഏറെ പ്രധാനമാണ്. ഈ ജനാലയിലൂടെയാണ് അനീഷ് മോഹൻ ലോകത്തോട് കഥകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ആരാണ് ഈ അനീഷ് മോഹൻ എന്ന് ചോദ്യം കൊള്ളാം. പക്ഷേ ആ ചോദ്യം ഇവിടെ തികച്ചും അപ്രസക്തമാണ്. പ്രസക്തമായത് കഥകൾ മാത്രമാണ്. കഥകൾ, മനുഷ്യൻ്റെ കഥകൾ, നിഗൂഢതകൾ ഒളിപ്പിച്ച അസ്ഥിപേടകവും ചുമന്ന് നടന്ന ആ ഇരുകാലി മൃഗം തീർത്ത വിസ്മയങ്ങളുടെ കഥകൾ, അവൻ സൃഷ്ടിച്ച ദൈവങ്ങളുടെയും ചെകുത്താന്മാരുടെയും കഥകൾ, അവൻ ആകാശവും അതിലെ നക്ഷത്രങ്ങളും അളന്നു തീർത്തതിൻ്റെ കഥകൾ, അവൻ ചോരപ്പുഴകൾ ഒഴുക്കി ഭൂമിയെ ഹൃദുമതിയാക്കിയ കഥകൾ, 1000 കഥകൾ. ഇങ്ങനെയാണ് ഈ സയൻറ്റിഫിക് മലയാളി പേജിൽ അനീഷിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ബയോ ഡിസ്ക്രിപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അനീഷിനെ കുറിച്ച് അനീഷ് പറയുന്നതാണ്. ഏറെ കൗതുകമുള്ള, ഏറെ വിവരങ്ങൾ പങ്കുവച്ചിരുന്ന, അറിവുകൾ പങ്കുവച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയത് എന്നുള്ളതാണ് ഏറെ നഷ്ടം, ഏറെ ദുഃഖം ഉണ്ടാക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സ്കൂട്ടറിൽ ബസ്സിടിച്ച് യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. റോഡിനെ ലക്ഷ്യമായി നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഉടനടി സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി.
റോഡിലേക്ക് ഇരുചക്ര വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനത്തിൻ്റെ പിൻസീറ്റിൽ നിന്നാണ് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണത്. പിന്നാലെ എത്തിയ കാർ ഡ്രൈവർ സമയോചിതമായി ബ്രേക്ക് ചെയ്തതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ അത് കാണാം. ഏറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണത്. ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ലോറി കയറിയ അപകടം. മുക്കം മണാശ്ശേരി GUPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമലാണ് മരിച്ചത്. മുക്കം പുൽപ്പറമ്പിലാണ് ഈ അപകടം, ദാരുണമായ സംഭവം ഉണ്ടായത്. കുന്നംകുളം ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേനയെത്തി വയോധികയുടെ തല ചുമരിലിടിച്ച് മാല കവർന്ന ചൂണ്ടൽ സ്വദേശിനി ചാണാശ്ശേരി വീട്ടിൽ തങ്കമ്മയുടെ മാലയാണ് കവർന്നത്. വൈകിട്ട് 4:30 സംഭവം. തലയ്ക്ക് പരിക്കേറ്റ വയോധികയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ മികച്ച സ്മാർട്ട് റഫറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് സ്വദേശി നുസ്രത്ത് AK ആണ്. മണ്ണാർക്കാട് കല്ലടി MES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണിവർ. പാലക്കാട് ജില്ലയിൽ നിന്ന് ആദ്യത്തെ പവർ ലിഫ്റ്റിംഗ് ദേശീയ റഫറി കൂടിയാണ് നുസ്രത്ത്. കേരള സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ടീമിന്റെ പരിശീലകയും മാനേജറുമായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. കോന്നി ആനകുത്തി കുമ്മണ്ണൂർ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ. 80 കോടി മുടക്കി ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളും മതിയായ ഓടകളില്ലാതെയും സ്ലാബുകളില്ലാതെയുമാണ് പൂർത്തിയാക്കിയത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നുണ്ട്. നടപടികൾ ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കോന്നി PWD ഓഫീസിലേക്ക് മാർച്ചും നടത്തി. ഈ ആനകുത്തി ഐരവൺ കുമ്മണ്ണൂർ റോഡിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അത് ഉന്നത നിലവാരത്തിലാണ് ടാർ ചെയ്തിട്ടുള്ളത്. നിലവിലത്തെ പ്രശ്നം എന്താണ്? നിലവിലെ പ്രശ്നം ആനകുത്തി കുമ്മണ്ണൂർ റോഡിന്റെ പല ഭാഗങ്ങളിലും പണി പൂർത്തിയാക്കിയിട്ടില്ല, ഫിനിഷ് വർക്ക് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഓട വേണ്ട സ്ഥലത്ത് ഓട എടുത്തിട്ടില്ല. ടാറിംഗ് ജോലികളെല്ലാം പൂർത്തിയായി, മറ്റു പണികളാണ് ബാക്കിയുള്ളത് അല്ലേ? ടാറിംഗ് ജോലി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ കട്ടിങ്ങിൽ 2 അടി അവർ കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് പല ഭാഗത്തും ചെയ്തിട്ടില്ല. എന്നാൽ വളരെ വൃത്തിയായിട്ട് പല ഭാഗങ്ങളിലും ചെയ്തിട്ടുമുണ്ട്. മുട്ടുകെട്ടൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ BMVCയുടെ ഇതനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ഭാഗത്തും ഇവർ ഒന്നും ചെയ്യാതെ വിട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ഏരിയ, ബാക്കി ഏരിയ വിട്ടിട്ടുണ്ട്. പല വീട്ടിലോട്ടും കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം റോഡ് പണിയിൽ വന്ന അപാകതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവർ പണി പൂർത്തിയാക്കി തിരിച്ചു പോയോ? പണി പൂർത്തിയായി തിരിച്ചു പോയെന്നാണ് ഞങ്ങളുടെ അറിവ്. കാരണം റോഡ് കോൺക്രീറ്റും ടാറിങ് ഒക്കെ ചെയ്ത് ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. വൈറ്റ് ലൈൻ 2 സൈഡിൽ ഇടുമല്ലോ, അത് ഇട്ട് ഇപ്പോൾ അവിടെ പണി നടക്കുന്നില്ല. 2 ആഴ്ചയായിട്ട് പണി നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അവർ പണി നിർത്തി പോയി എന്നാണ്. പിന്നെ ഞങ്ങൾ പൗരസമിതി പലവട്ടം അപേക്ഷകൾ നൽകി തിരിച്ചു വന്ന് കുറച്ചെന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു പോകാറുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഇങ്ങനെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് ഓടകൾ ക്ലിയറായിട്ട് മൂടാത്തതുകൊണ്ട് അപകടങ്ങൾ നടക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി അവിടെ മറിഞ്ഞു. എന്താന്ന് വെച്ചാൽ ഓടയിൽ നിന്ന് ഈ ഓടയെന്നും പറഞ്ഞ് വണ്ടി സൈഡിലോട്ട് ഇറക്കുകയും ഓടയുടെ മേലിൽ മൂടിയില്ലാത്തത് കൊണ്ട്, സ്ലാബ് ഇല്ലാത്തത് കൊണ്ട് ആ കുഴിയിലോട്ട് അത് മറിയുകയും പിന്നെ ജനങ്ങളെല്ലാം കൂടെ വന്ന് JCB ഒക്കെ ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയുണ്ടായി. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടവരോട് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. എന്നിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നടത്തിയത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് നടത്തിയത്. എന്തായാലും അത്തരത്തിലാണ് വലിയ രീതിയിൽ പ്രതിഷേധം പ്രദേശവാസികൾ ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കോന്നിയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കാട്ടാന ശല്യം കൂടുന്നു. കഴിഞ്ഞ ദിവസം നിരവധി കൃഷിയിടങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ആനക്കൂട്ടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിർത്തി ഗ്രാമങ്ങളായ പത്തുകാണി, പേണു മലനിര പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. പേണു പ്രദേശത്തെ കർഷകൻ സണ്ണിയുടെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയ ആനക്കൂട്ടം തെങ്ങുൾപ്പെടെയുള്ള വിവിധ കൃഷികൾ നശിപ്പിച്ചു. ആനകൾ റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങളാണിത്.
പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലിയും ആനകൾ തകർത്തിട്ടുണ്ട്. പത്തുകാണി പ്രദേശത്തും ഒറ്റയാൻ കൃഷിയിടങ്ങളിൽ നാശനഷ്ടം വരുത്തി. 2 മാസം മുമ്പ് ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിനാൽ അമ്പൂരി ഉന്നതിയിലെയും ഗണപതികല്ല്, കോമ്പ്രം തുടങ്ങി ഗ്രാമങ്ങളിലെയും ജനങ്ങൾ ആശങ്കയിലാണ്. കേരള, തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി പട്രോളിംഗ് നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി മാങ്കുളത്ത് പരിക്കേറ്റ അവശനിലയിൽ കാട്ടാനയെ കണ്ടെത്തി. ആനക്കയത്ത് ഈറ്റച്ചോലയാറിന് സമീപത്താണ് പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിന്റെ പിൻഭാഗത്ത് മുറിവേറ്റ അവസ്ഥയുണ്ട്. മറ്റ് ആനകളുടെ ആക്രമണത്തിൽ മുറിവേറ്റതാകാമെന്നാണ് നിഗമനം. ഏതായാലും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആനക്കുളം ഊര് കുടിക്കാനായിട്ട് ആനക്കുളം പുഴയിൽ ആനകൾ വരുന്ന ഭാഗത്ത് ഒരു പിടിയാനയെ അവശ നിലയിൽ കണ്ടതായി നാട്ടുകാർ അറിയുകയും വാലിൻ്റെ ഭാഗത്ത് പുറകുവശത്തു നിന്നും ആനയുടെ ഈ കൊമ്പിന് കുത്തു കിട്ടിയ രീതിയിലാണ് കാണാൻ സാധിച്ചത്. വലിയ മുറിവാണ്, പുഴു കരിക്കുന്നുണ്ട്. അതുപോലെ ചെവിയുടെ പുറകുവശത്തും അതിന് പരിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ ചലം ഒലിക്കുന്നുണ്ട്. പുറകുവശത്തെ കൊണ്ടിലും ഇതിലെല്ലാമാണ് പുഴു കരിക്കുന്നത്. ഒരാഴ്ച മുമ്പും ഈ ആനയെ കണ്ടതായി പറയുന്നുണ്ട്. നിലവിലിപ്പോൾ ആന അവശ നിലയിലാണ്. അപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാം നിരീക്ഷിക്കുകയും വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ഒരു സംഘമാണ് എത്തിയത്. ഇതിന് വിദഗ്ധ ചികിത്സ കൊടുക്കുവാനുള്ള എല്ലാ നടപടികളും എടുത്തതായിട്ടാണ് റേഞ്ച് ഓഫീസർ അറിയിച്ചത്. യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താൻ കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം അനിവാര്യമാണെന്ന് കായിക താരം അഞ്ജു ബോബി ജോർജ്. ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കാൻ കായിക സംസ്കാരം ശക്തിപ്പെടണം. മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ പദ്ധതിയുടെ തൂഫാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാൻഡ് സെൻട്രൽ മാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഞ്ജു ബോബി ജോർജ്. It's not for sports, it's not for arts, it's not for studies, it's for using drugs. So I am extremely proud to say that I am happy our government has taken an initiative, a strong initiative to take over these issues or ഈ ഒരു എന്താ പറയുക ഇത്രയും നമ്മുടെ കേരളത്തെ കാർന്ന് തിന്നുന്ന ഒരു വലിയ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും, അതായത് യൂത്തും അതോടൊപ്പം തന്നെ അതോറിറ്റീസും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളുടെ യൂത്ത് നമ്മളുടെ സമ്പാദ്യമാണ്. നാളത്തെ ഇന്ത്യയെ പടുത്തുയർത്തേണ്ടവരാണ് നമ്മുടെ യൂത്ത്. അവർക്ക് ഈ ഒരു ഇഷ്യൂസ് അത് നമ്മളെല്ലാവരും നമ്മളുടെ ഇഷ്യൂസ്, അതായത് നമ്മളുടെ വീട്ടിലെ പ്രോബ്ലമായിട്ട് ഓരോരുത്തരും കാണണം. ഈ ഒരു വലിയ വിപത്തിനെ നമ്മുടെ കേരളത്തിൽ നിന്നും അത് തുടച്ചു നീക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത ഈ തൂഫാൻ എന്ന പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ ഓരോരുത്തരും നിൽക്കണം. മറ്റു വാർത്തയിലേക്ക്. പേർലി മാണിയെ രൂക്ഷമായി വിമർശിച്ച് നടനും ഗാനരചിതവുമായ കാർത്തിക്. AC മുറിയിൽ സുഖമായി വിശ്രമിക്കുമ്പോൾ എല്ലാ വിപ്ലവങ്ങളും അനാവശ്യമായി തോന്നുമെന്നാണ് വിമർശനം. സമരത്തിൽ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളോട് വീട്ടിൽ പോകാൻ പേർലി തൻ്റെ പോസ്റ്റിൽ ആവശ്യപ്പെട്ടതിന് മറുപടിയായാണ് കാർത്തിക്കിൻ്റെ വിമർശനം. ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, പേർലി മാണിക്കെതിരെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. തൻ്റെ ഭാഗം അവർ വിശദീകരിച്ചിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ ഹരികൃഷ്ണന്റെ ഈ പേർലി മാണി കാർത്തിക്കിന്റെ വിമർശനം? രഞ്ജിത്ത്, പേർലിയുടെ ആദ്യത്തെ പോസ്റ്റ് ഉണ്ടാക്കിയ വിവാദം ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് പ്രതിഷേധക്കാര് സേഫായി ഇരിക്കണമെന്ന് പേർലി പറയുന്നുണ്ട്. സേഫായി ഇരിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ അവരോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയെന്ന് മനസ്സിലാക്കാതെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ളതാണ് കാർത്തിക് ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പേർലിയുടെ മറ്റൊരു പോസ്റ്റ് എന്റെ ഇഷ്ടനിറം കാവ്യാണ് എന്ന് പറയുന്ന പോസ്റ്റ് പേർലി ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഏകദേശം ഒരു 4 പേജ് നീളമുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിലാണ് വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാർത്തിക് രംഗത്തെത്തുന്നത്. പേർലിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പേർലിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കുത്തനെ ഇടിയുന്ന കാഴ്ചയും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കാട്ടുതീ പോലെ പേർലിക്കെതിരെ പടരുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രി, മലയാളം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പേർലിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതും പ്രത്യക്ഷമായും പരോക്ഷമായും ഉയരുന്നുണ്ട്. അതിൽ പ്രത്യക്ഷമായി ഉന്നയിച്ച ഇത് ഇപ്പോൾ കാർത്തിക്കാണ്. അതിനകത്ത് പറയുന്നത് AC മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് വിശ്രമിക്കുമ്പോൾ പല വിപ്ലവങ്ങളും അനാവശ്യമായി തോന്നും. കാരണം ഇതൊന്നും വാലിഡ് അല്ല, ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന വിപ്ലവങ്ങളാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തോന്നും. അതുകൊണ്ട്
തിരിച്ച് വീട്ടിൽ പൊക്കോളൂ എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് പേളിയുടെ വാക്കുകൾ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല യൂട്യൂബിനെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്ല എന്നുള്ളൊരു വിമർശനവും കൂടി പറയുന്നുണ്ട്. ഒരു ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യൂട്യൂബിൽ വലിയ റീച്ചുള്ള പേളി വാണിക്ക് ഈ ഇന്ത്യൻ ഗവൺമെന്റ് അല്ല സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളൊരു താക്കീതും കൂടി അതിനകത്ത് കാർത്തിക് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്റെ ഇഷ്ടം നിറം കാവ്യാണെന്ന് പറയുമ്പോൾ ഒരു BJP നിലപാട് എടുക്കുകയാണ് പേളി എന്നതിന് കൂടി ശക്തമായ നിലപാട് കൂടിയാണ് ഇപ്പോൾ കാർത്തിക് പറയുന്നത്. CJP പ്രൊട്ടക്ഷനെതിരെ കൃത്യമായ CJP പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ സിനിമാ താരങ്ങൾ പ്രത്യേകിച്ച് അവരവരുടെ നിലപാടുകൾ പറയുന്ന ഘട്ടത്തിലാണ് ഇവിടെ വിദ്യാർത്ഥികളെ തള്ളിക്കൊണ്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് നിലപാട് പേളി സ്വീകരിക്കുന്നത്. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു ശക്തമായ വിമർശനം. പേളിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു AC മുറി എന്നുള്ളൊരു നിലപാടും കൂടി ഇപ്പോൾ കാർത്തിക് പോലൊരു യുവതാരം, പ്രത്യേകിച്ച് ഒരു സിനിമാ നടൻ, ഗാന ജേതാവ് ഉൾപ്പെടെ അവർക്കെതിരെ രംഗത്തെത്തുന്നത്. ഇപ്പോഴും ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ പോസ്റ്റിൽ ഇപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾക്കൊപ്പമാണോ അതോ സർക്കാരിനൊപ്പമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പോസ്റ്റാണ് പേളി ഇട്ടിരിക്കുന്നത്. ആ ഡിപ്ലോമാറ്റിക് പോസ്റ്റ് ഇപ്പോഴും പേളിയുടെ ഫീഡിൽ തുടരുന്നുണ്ട്. എന്നാൽ മറ്റേ പോസ്റ്റ് ഇഷ്ടനിറം കാവ്യാണ് എന്ന് പറയുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CJP പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കൊച്ചിയിൽ ആസാദി യാത്ര നടത്താൻ വേടൻ. ഞായറാഴ്ച വൈകിട്ട് ഹൈക്കോടതി പരിസരത്ത് നിന്നാണ് യാത്ര. കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വേടന്റെ പുതിയ നീക്കം. ഭരണഘടന കയ്യിലേന്തിയായിരിക്കും യാത്രയെന്നാണ് വേടന്റെ വിശദീകരണം. നമുക്കൊരു ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ശ്രീകാര്യം സ്വദേശികളായ ഷഫീഖിന്റെയും സൂര്യയുടെയും മകൾ ദുവാ മറിയം. ദുവാ മറിയത്തിന്റെ 2ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഷഫീഖും സൂര്യയും. ദുവാ മറിയത്തിന് ന്യൂസ് 8ന്റെയും എല്ലാ ആശംസകളും നേരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഓളത്താനി സ്വദേശിനി ഗോപികയ്ക്ക് ഇന്ന് ജന്മദിനമാണ്. ആശംസ നേരുന്നത് സഹോദരി ദേവികയും രക്ഷിതാക്കളും. ഗോപികയ്ക്ക് ന്യൂസ് 8ന്റെയും എല്ലാ ആശംസകളും. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിലെ ചിത്രപ്രദർശനവുമായി കോഴിക്കോട് മാളിക്കടവ് MSS സ്കൂൾ. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വ്യാഴാഴ്ച ആരംഭിച്ച കോമൺവെൽത്ത് ഗെയിംസിനെ വരവേറ്റുകൊണ്ടാണ് പ്രദർശനം. ഗെയിംസിന്റെ ചരിത്രം വിശദമാക്കുന്ന ഫോട്ടോകളുടെയും പോസ്റ്ററുകളുമാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുൻ ചരിത്രാധ്യാപകനായ പ്രൊഫസർ MC വസിഷ്ഠിന്റെ ശേഖരത്തിലുള്ള ചിത്രങ്ങളും ഇദ്ദേഹം തയ്യാറാക്കിയ പോസ്റ്ററുകളുമാണ് എക്സിബിഷനിൽ ഉണ്ടായിരുന്നത്. പ്രദർശനം ഇന്നലെ സമാപിച്ചു. മലപ്പുറം അങ്ങാടിപ്പുറം തിരുവാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ആനയൂട്ടിലും ഗജപൂജയിലും 7 ആനകൾ അണിനിരന്നു. ക്ഷേത്ര തന്ത്രിമാരുടെയും ശാന്തിക്കാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക ഗജപൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗജവീരന്മാർക്ക് ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറുരുളകൾ നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. ആനകൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി അഷ്ടചൂർണം, ആയുർവേദ മരുന്നുകൾ എന്നിവ ചേർത്ത ചോറും ഒപ്പം പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, ശർക്കര, മലർ, നാളികേരം എന്നിവയും വിഭവസമൃദ്ധമായി ഒരുക്കിയിരുന്നു. തട്ടകം ആനപ്രേമി കൂട്ടായ്മയാണ് ഗജപൂജയും ആനയൂട്ടും സംഘടിപ്പിച്ചത്. നമ്മൾ 2014 ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും ചേർന്ന് അവർക്ക് ഈ ആനയോടുള്ള ഇഷ്ടത്തോടു കൂടി അതിനെങ്ങനെ പരിപാലിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയത്. തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി നമ്മൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സഹായങ്ങളും ലഭിച്ചു. നമ്മളതെല്ലാം ആനപ്പേപ്പന്മാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ആനയൂട്ട് ഈ വർഷവും നല്ല രീതിയിൽ നടത്താൻ ഭഗവതി സഹായിച്ച് നമ്മളെ കൊണ്ട് സാധിച്ചു. പ്രമുഖ ഗജവീരന്മാരായ കുളമാക്കിൽ ഗണേശൻ, മീനാട് കേശു, നന്ദിലത്ത് ഗോപികണ്ണൻ, പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി, പൂത്തൃക്കോവിൽ സാവിത്രി, കൊടുമൺ ശിവൻ, ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്നീ ആനകളാണ് ഇത്തവണ ചടങ്ങിലുണ്ടായിരുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.